ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ചായ രാവിലെ എഴുന്നേറ്റ് കുടിച്ചു. ഇനി ബാക്കിയുള്ള പരിപാടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ചായ കുടിച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കഴുകട്ടെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ്. അപ്പോൾ രാവിലെ തന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ. അത് നല്ലപോലെ കഴുകിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ അധികവും ദോശയാണ് ഉണ്ടാക്കൽ. നമ്മൾ വീട്ടമ്മമാർ ഒക്കെ അങ്ങനെ തന്നെയാണല്ലേ. രാവിലെ ദോശയാണ് എല്ലാ വീട്ടിലും മിക്കപ്പോഴും ഉണ്ടാവൽ. ഇടയ്ക്കൊക്കെ മാറ്റി പിടിക്കും കേട്ടോ. പുട്ട്, ഇഡലി, ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് ദോശയാണല്ലോ. അപ്പോൾ നമ്മൾ വേഗത്തിൽ വീട്ടമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ദോശ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പോൾ ഇതാ ദോശയ്ക്കുള്ള അരി നല്ലപോലെ കഴുകിയിട്ട് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞിടും, പിന്നെ ശകല ഉപ്പും ഇട്ടിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദോശ അരക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേഗം ഒന്ന് അരച്ചെടുക്കട്ടെ. അതിന് ശേഷം ഞാൻ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ തേങ്ങ തലേന്ന് രാത്രി ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റാടും നമുക്ക് കറിയാണെങ്കിലും എന്തിനാണെങ്കിലും ഉപയോഗിക്കാമല്ലോ എളുപ്പത്തിൽ. അപ്പോൾ തലേന്ന് ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തേങ്ങയും തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഉപ്പും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് ആണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദോശ ചുട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്തിരി കടുകും കറിവേപ്പിലയും പൊട്ടിച്ചിടണം. അപ്പോൾ ശകലം എണ്ണയിൽ നമ്മൾ കടുകും കറിവേപ്പിലയും കൂടി പൊട്ടിച്ചിട്ട് നമ്മൾ തക്കാളി ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി, ചട്നി റെഡിയായി. ഇനി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. ഞാൻ ദോശ എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ദോശയും ചട്നി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ റിച്ചൂസ് ഇതാ ആസ്വദിച്ച് ദോശയും ചട്നിയും ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ അത് റിച്ചൂസ് മാത്രമല്ല കേട്ടോ, അമ്മൂസിൻ്റെ അമ്മമ്മയും എല്ലാവരും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പല്ലേക്കട്ടെ. റിച്ചൂസിനും അമ്മൂസിനും ഹസിൻ്റെ അമ്മയൊക്കെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആരും ഇല്ലല്ലോ ഇവിടെ, നിങ്ങൾ മാത്രമേ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ അച്ഛന് ഇന്ന് ഒരു കുഞ്ഞ് സർജറി വേണം. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട് ഹാർട്ടിന്. അപ്പം ഇന്ന് സർജറിയാണ്. അപ്പോൾ ഹസ്ബൻഡും അച്ഛനൊക്കെ ഹോസ്പിറ്റലാണ്. അപ്പം നമ്മളെ വീട്ടിൽ, കാരണം ഹസ്ബൻഡിൻ്റെ അമ്മക്ക് ഒന്നും ആവില്ല.
അപ്പോൾ അമ്മേനെ തനിച്ചാക്കിയിട്ടാണെങ്കിൽ എനിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നോക്കി മാനേജ് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാനൊന്ന് വേഗം പല്ലേച്ച് ചായ കുടിക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണാം. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ചു. ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടിച്ച് നമ്മുടെ റൂമിലേക്ക് മുകളിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ താഴെയാണ് ഇന്നലെ നൈറ്റ് കിടന്നത്, കാരണം ആരുമില്ലല്ലോ. അവരൊക്കെ ഹോസ്പിറ്റലായതുകൊണ്ട് അമ്മ തനിയാണ്. ഹസ്ബൻഡിൻ്റെ അമ്മേനെ ഞാൻ അമ്മായി എന്നാണ് വിളിക്കൽ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അമ്മായി എന്നൊക്കെ പറയാറ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മായി എൻ്റെ റിലേറ്റീവ് തന്നെയാണ് ഹസ്ബൻഡ്. അപ്പോൾ പണ്ടേ അമ്മായി വിളിച്ച് ശീലം കൊണ്ട് ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഇവരും പറഞ്ഞു അങ്ങനെ തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. പിന്നെ അതന്നെ ശീലമായി. പെട്ടെന്ന് മാറ്റാനൊക്കെ എന്തൊരു ബുദ്ധിമുട്ട്, അങ്ങനെ തന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഡ്രസ്സൊന്ന് മാറാൻ വേണ്ടി വന്നതാണ്. അപ്പം മുകളിലേക്ക് വന്നിട്ട് സങ്കടം വരുന്നു, കാരണം നമ്മൾ മുകളിൽ തന്നെ ഈ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് പെട്ടെന്ന് റൂമൊക്കെ ചേഞ്ച് ആകുമ്പോൾ ഉറക്കക്കുറവുണ്ടാവും. അല്ല, നമ്മൾ റൂമൊക്കെ മാറിക്കിടക്കുമ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. റിച്ചൂസിനും അങ്ങനെ തന്നെ. റിച്ചൂസ് പൊളിച്ചേ എഴുന്നേറ്റ്, കാരണം അവൾക്കും റൂം മാറിക്കിടന്നിട്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു. കുഴപ്പമില്ല, വല്ലപ്പോഴും നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യണ്ടല്ലേ. അച്ഛനെ ഞാൻ വിളിക്കൽ മാമൻ എന്നാണ്. അപ്പം മാമൻ്റെ അസുഖമൊക്കെ മാറിയിട്ട് വേഗം വരട്ടെ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് സത്യം പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലോട്ടാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം വിചാരിക്കും എന്താ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ. ഞാൻ റിച്ചൂസ്, ഇവിടുത്തെ അമ്മായി, മാമൻ, ഇങ്ങനെ മാറി 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 ഹോസ്പിറ്റലാണ് അവസ്ഥ. സാറില്ല, ഒക്കെ ശരിയായിട്ട് ഒരു നല്ല ലൈഫ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ പോകുന്നത് എല്ലാവരും ലൈഫിൽ അങ്ങനെയാണല്ലേ. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കും. അതൊക്കെ മറികടന്ന് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവുന്നതും ജീവിതം ആസ്വദിക്കുന്നതും ജീവിതം എന്താണെന്ന് പഠിക്കുന്നതും ഒക്കെ അല്ലേ. എല്ലാം നമുക്ക് തരണം ചെയ്യാൻ കഴിയണം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറട്ടെ. ഇതൊന്നും ഇട്ടിട്ട് എനിക്ക് പകലിടാൻ ഇഷ്ടമല്ല. ഇതൊരു ബനിയനും പാൻറ്റുമാണ്. ഞാൻ അങ്ങനെ പകൽ സമയത്ത് അങ്ങനെ ഇടാറില്ല കേട്ടോ. പകലെന്തെങ്കിലും സിമ്പിളായിട്ട് ഇടും. രാത്രി ഞാൻ തണുപ്പുള്ളത് കൊണ്ട് ഒരു ഫുൾ കൈ ബനിയനൊക്കെ എടുത്തിട്ടിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്, ഒരു ടോപ്പ് എടുത്തിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് അലക്കണോ അടിച്ച് വാരണോ എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കുന്നത്. എനിക്കങ്ങനെ ഓർഡറൊന്നുമില്ല. ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. ചിലപ്പോൾ അടിച്ചു വാരും, ചിലപ്പോൾ അലക്കും. ഏതാണ് വേഗം ചെറുപടാതെ തീർക്കാൻ പറ്റില്ലേ അതങ്ങ് തീർക്കും. അല്ലാണ്ട് ഇന്നത് ചെയ്തിടൂ എന്നുള്ള ഒരു മെത്തേഡൊന്നും എനിക്കില്ല കേട്ടോ. വേഗം തീർക്കുന്ന പണി അങ്ങനെ ചെറുപടാതെ തീർക്കും. അപ്പം നമുക്ക് അലക്കാൻ തോന്നുന്നു. അപ്പം അലക്കിയിട്ട് അടിച്ചൊക്കെ വരാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്ലാൻ മാറ്റുന്നുണ്ട്. നമുക്ക് അടിച്ച് വാരിക്കഴിഞ്ഞിട്ട് അലക്കാൻ പോവാം. ഇവിടെ റിച്ചൂസും അമ്മൂസും കൂടിയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേഗം അടിച്ച് വാരിയിട്ട് അലക്കാൻ പോവാം. റിച്ചൂസിൻ്റെ മുടി കണ്ടില്ലേ, വളർന്ന ആകെ ഒരു വൃത്തികേട് പോലെ ആയി. പക്ഷേ എങ്കിലും റിച്ചൂസ് മുടി മുറിക്കാൻ വിടുന്നില്ല കേട്ടോ. അവൾക്ക് വളർത്തണം എന്നൊരാഗ്രഹം. അപ്പോൾ നമ്മളും തടസ്സം നിൽക്കുന്നില്ല, വളർത്തട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് മുറിക്കണം എന്ന് പറയുമ്പോൾ മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മൂസാണ് മുടിയൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയാണ്. അമ്മൂസ് ഉള്ളതുകൊണ്ട് അമ്മൂസ് മുടിയൊക്കെ കെട്ടി സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിത് അലക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അലക്കിയിട്ട് ഞാനെല്ലാം വെയിലത്ത് വിരിച്ചിടുകയാണ്. അങ്ങനെ റിച്ചൂസ് മുടിയൊക്കെ കെട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്
റിച്ചൂസിൻ്റെ മാലയുടെ കളക്ഷനാണിത്. ഇതൊക്കെ റിച്ചൂസിൻ്റെ കള്ള മാലകളാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും മാല ഉണ്ടാകുമ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമുക്കൊരു ഷോപ്പ് പോയാൽ തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ല ഇത്രയും മാല അല്ലേ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതൊക്കെ റിച്ചൂസിൻ്റെ മാല കളക്ഷനാണ് കേട്ടോ, കള്ള മാല കളക്ഷനാണ്. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോഴും പിന്നെ ആരെങ്കിലും വരുമ്പോഴും നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഗിഫ്റ്റ് കൊടുത്തതായിട്ടും വാങ്ങിച്ചതായിട്ടുള്ള കുറച്ച് മാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും മാല ഒരുമിച്ചുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ലേ, കാരണം ഇത്രയും കള്ളമാല ഒരുമിച്ച് കാണുമ്പോൾ ഒരു രസമല്ലേ അല്ലേ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ നമ്മൾ മാത്രമല്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പയറും കഞ്ഞി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. റിച്ചു സമൂസും പറഞ്ഞു പയറും കഞ്ഞി മതിയെന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചോറും കറിയൊന്നും ആക്കി വേസ്റ്റ് ആക്കണ്ട, പയറും കഞ്ഞി അവർക്ക് ഏതായാലും ഉണ്ടാക്കുമ്പോൾ നമ്മളും അതന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയറും കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പയറും കഞ്ഞി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുട്ട വറവ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിമ്പിളാണ്. ഈ ഒരു മുട്ട വറവ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റുമാണ്. നമുക്ക് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ആക്കുന്നതാണ്. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഒരു ഡേ. അപ്പോൾ വൈകുന്നേരമായി. ഞാൻ കവുങ്ങിനും തെങ്ങിനൊക്കെ വെള്ളം അടിക്കുന്നുണ്ടായിന്. അപ്പൊക്ക് പാലും വണ്ടി അതിലേക്ക് പോകുന്നുണ്ടായിന്. അപ്പം നമ്മ അതിലേക്ക് പോയി അവിടെ നിന്ന് 2 വീട്ടിൽ നിന്ന് പാലെടുക്കാനുണ്ട്. അത് എടുത്തിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കൂടി വാങ്ങാൻ പോകും. നമ്മൾ ഫ്രണ്ടിലേക്ക് കൂടി വരും. പാല് വാങ്ങാൻ പോകുന്നു. പാല് വാങ്ങിയിട്ട് വന്നിട്ട് വേണം ബാക്കി വെള്ളം അടിക്കാൻ. വെള്ളം അടിക്കുന്ന വീഡിയോ എടുത്തരാൻ ആരുമില്ല, കളിക്കുമ്പോൾ അതാണ് വീഡിയോ എടുക്കാൻ. അങ്ങനെ പാല് വന്നിട്ട് അപ്പോൾ ഇതാ ഞാൻ റിച്ചൂസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 2 പേരും കൂടിയാണ് വന്നത്. അപ്പോൾ പാല് അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരണം. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ വരുന്നവരെ. അപ്പോൾ അതാ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഴുകി വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കറിയാക്കി എടുക്കാം വേഗം. ഇതിലേക്ക് ഇത്തിരി ഉപ്പിട്ടെടുക്കാം. ചെമ്മീൻ ഇവിടെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. ഉപ്പിട്ടെടുത്തു. ഇത്തിരി മഞ്ഞൾ പൊടി, ഇത്തിരി മുളക് പൊടി ഇടാം. കുരുമുളക് പൊടി, ചിക്കൻ മസാല, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മസാലയുടെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കാം. അപ്പോൾ ചെമ്മീൻ്റെ മസാലയ്ക്ക് പിടിക്കുന്ന ആ സമയത്ത് നമുക്ക് ഉള്ളി, തക്കാളി, അതൊക്കെ വേണ്ടുന്ന സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം.
ചെമ്മീനാക്കുന്നതിന് മുന്നേ നമുക്ക് വേഗം ഒന്ന് അടിച്ചു വാരിട്ട് വരാം. പഠിച്ചു വരട്ടെ. അപ്പോൾ ഫുൾ അടിച്ചു വരുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല. ജസ്റ്റ് വൈകുന്നേരം ഒന്ന് അടിച്ചു വാരുന്നുണ്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. കാരണം എല്ലാ റൂമും അടിച്ചു വരുന്നത് കാണിക്കാനും വീഡിയോ എടുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വരുന്നത് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഉണങ്ങിയ തുണിയൊക്കെ കുറച്ചുണ്ട്. ഉച്ചക്ക് കുറച്ചൊക്കെ എടുത്തു. നല്ലപോലെ ഉണങ്ങാത്തതൊക്കെ നമുക്ക് ഇപ്പം എടുത്തു. അങ്ങനെ ഇതാ കുറച്ച് കഴിയുമ്പോൾ സിങ്ക് അങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാം. അപ്പോൾ നിങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും അല്ലേ. അടുക്കളയിൽ എന്തെങ്കിലും പണി നടത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ സിങ്ക് ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ. പിന്നെ പാത്രം കഴുകലായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുള്ള പണിയാണല്ലേ ഈ ഒരു പാത്രം കഴുകലെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്കും കുറച്ചൊരു ഇഷ്ടമില്ലാത്ത പണിയാണ്. പക്ഷെ എന്ത് ചെയ്യുക, ഇതൊക്കെ ചെയ്തല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാക്കട്ടെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വറുത്തരച്ച കറിയാണ്. അപ്പോൾ ഇതാ തേങ്ങ നല്ലപോലെ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചെമ്മീൻ വറുത്തരച്ച കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ചുവന്നുള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഏകദേശം ഒരു കളർ ചേഞ്ച് വരുമ്പോൾ ഇതിലേക്ക് ഇത്തിരി മസാലകളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇത്തിരി മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചുവന്ന പൊടി ഒക്കെ ഇട്ട് ചുവന്ന മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. അതിനുശേഷം ഇത്തിരി മാത്രമേ ഇടാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ചെമ്മീനിൽ മസാലകളൊക്കെ പുരട്ടി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഇടുമ്പം അളവ് നോക്കണം. ഇത്തിരി മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറിക്ക് കൂടുതൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക, നല്ലപോലെ വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതാ വറുത്തരച്ചിട്ട് തേങ്ങ അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതാ വൈകുന്നേരം ആയല്ലേ റിച്ചൂസ് ഞാനിങ്ങനെ പുറത്ത് ഇരുന്നിട്ട് റിച്ചൂസിന് കഞ്ഞി കൊടുക്കുകയാണ്. റിച്ചൂസ് വാരിത്തന്നും. പക്ഷെ അമ്മ ഇന്ന് വാരിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി ഞാനിതേ വാരിക്കൊടുക്കുന്നല്ലേ. കഞ്ഞിയും ചെമ്മീൻ കറിയും. അപ്പം നമുക്ക് കഞ്ഞി കുടിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ നേരത്തെ കഞ്ഞി കുടിക്കുന്നത്. റിച്ചൂസ് അങ്ങനെയാണ് കേട്ടോ. വൈകുന്നേരം ഒരു 6:30 ആകുമ്പം കഞ്ഞി കുടിക്കും. പിന്നെ കിടക്കാനാകുമ്പോൾ ഒരു ഗ്ലാസ് പാലും കുടിക്കും. അങ്ങനെ ഉറങ്ങണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വേഗം തല കുളിച്ച് റിച്ചൂസിനെ കുളിച്ച് റിച്ചൂസ് താഴെയുണ്ട്. അപ്പോൾ റിച്ചൂസും അമ്മയും താഴെയുണ്ട്. അപ്പോൾ നമ്മൾ 3 ആളേ ഇല്ലോ. അപ്പോൾ ഞാൻ വേഗം കുളിച്ചിട്ട് താഴെക്കോട്ടെ. അപ്പോൾ നൈറ്റ് 7 മണിയായി. നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, പിന്നെ റിച്ചൂസും. അതുകൊണ്ട് താഴെ വീട്ടിൽ ആരെങ്കിലും നിൽക്കാൻ വരും രാത്രി. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഹസ്ബൻഡും അച്ഛനൊക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അച്ഛന് വയ്യാത്തതുണ്ട്. അപ്പോൾ ഇന്ന് ആരെങ്കിലും നൈറ്റ് നിൽക്കാൻ വരും, നമ്മൾ ഒറ്റക്കായതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് എല്ലാം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ ഒറ്റക്കന്നെ വീഡിയോ എടുത്തിട്ട് ഒറ്റക്കന്നെ എഡിറ്റാക്കിയിട്ട് അങ്ങനെ ഇടുന്ന ഒരു ഇതാണ് എൻ്റെ ചാനലിൽ. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം നമുക്ക് ചെറുപട പണിയെടുക്കുമ്പോൾ എല്ലാം ഒന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ക്ഷീണം വന്നു, അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഒന്ന് വേഗം കുളിക്കട്ടെ. കുളിച്ചിട്ട് ഉറങ്ങുമ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.